പേര് ജോസി എബ്രഹാം, പേരൂർ കോട്ടയം എന്ന സ്ഥലത്താണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞ കൂടുതൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം പറയാൻ വിട്ടുപോയിരുന്നു. അതാണ് ഞാൻ ആദ്യമായി തന്നെ പറയാൻ പോകുന്നത്. അത് എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ, മാൾട്ടയ്ക്ക് പോകുവാനായിട്ട് ഒരു വിസ റെഡിയാകുവാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ആ ഉടമ്പടി പ്രകാരം എല്ലാ കാര്യങ്ങളും നേരെയായി. അവസാന നിമിഷം ഏജൻറ്റ് ഒരു 2 ലക്ഷം രൂപയുടെ കാര്യം വേണം എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് 2 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു, ഒരു മാർഗവുമില്ലായിരുന്നു, ആരോട് ചോദിക്കാനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്കിലൊക്കെ കേട്ടിട്ടുണ്ട്, പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ കിട്ടും. എനിക്ക് 1% പോലും വിശ്വാസമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. 2 ദിവസം എൻ്റെ മുമ്പിൽ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ, എനിക്കൊരു കോളേജിലൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ വളരെ വിഷമത്തോടെ സംസാരിച്ചു. എനിക്ക് ഇന്ന പോലെ മോൻ്റെ കാര്യത്തിൽ 2 ലക്ഷം രൂപ വേണം, അത് എങ്ങനെയെങ്കിലും കിട്ടാൻ ആരെങ്കിലും സഹായിക്കുമോ, ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചും പറഞ്ഞു, നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ടൗണിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടൗണിൽ ചെന്നപ്പോൾ എനിക്ക് 1,65,000 രൂപ ആ ആൾ എനിക്ക് തന്നു. എനിക്ക് യാതൊരു വിശ്വാസമില്ല ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. വീണ്ടും അന്ന് വൈകുന്നേരം തന്നെ ഒരു 8 മണിയായപ്പോൾ വേറൊരു കൂട്ടുകാരൻ എനിക്ക് 10,000 രൂപ തന്നു. അങ്ങനെ 1,75,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടി. ബാക്കി 25,000 രൂപയ്ക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല. കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വൈകുന്നേരം തന്നെ ഒരാളെ വിളിച്ചു. ആ ആളെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 25,000 രൂപയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നാളത്തെ വാർക്കപ്പണിക്ക് കൊടുക്കാനുള്ള പൈസയാണ്, നിനക്ക് തരാനില്ല, നീ വേറെ അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും രാവിലെ എഴുന്നേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. 5 മണിയായപ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങി. ഒരു 9 മണിയായപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു, മാതാവേ, യാതൊരു മാർഗ്ഗവും ഇല്ല, ഈ 25 എവിടെ നിന്ന് കിട്ടും? ഇത് പറഞ്ഞ് ഞാനിത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ മൊബൈലും എല്ലാം താത്തു വെച്ച് ഞാൻ 1 മിനിറ്റ് കിടന്നു. 1 മിനിറ്റ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. തലേ ദിവസം പൈസ തരികയല്ല ഇല്ല എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് പണം കിട്ടിയോ? ഞാൻ പറഞ്ഞു, കിട്ടിയില്ല. ഇനി നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ആ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ 25,000 രൂപ തരാം എന്ന് പറഞ്ഞ് എനിക്ക് 25,000 രൂപ തന്നു. ഇത് പറയുമ്പോൾ എനിക്ക് അതിശയമുണ്ട്. കാരണം ഇത് എടുത്തു പറയാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ എടുത്തു പറയാൻ കാരണം, ഞാനിവിടെ ഈ കൃപാസനത്തിൽ വന്നത് യാതൊരു വിശ്വാസമില്ലാത്ത ഒരാളായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കൃപാസന പത്രം, അതൊക്കെ ഞാൻ വളരെ പുച്ഛത്തോടെ കണ്ട ഒരു സാധനമായിരുന്നു. പിന്നെ രണ്ടാമത് ഈ പൈസ കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ ഈ കൃപാസനത്തിൽ കൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അത് അച്ഛൻ്റെ ഒരു തട്ടീരാണ്, വെട്ടീരാണ്, പറ്റീരാണ്. കാരണം ഇങ്ങനെ എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത്? അച്ഛൻ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഇവിടെ നിർത്തി പറയിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം ഇതങ്ങനെയല്ല. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മാതാവ് എവിടെ നിന്നില്ലാത്ത പൈസ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായി തന്നെ ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയാൻ കാരണം. രണ്ടാമത്, എൻ്റെ മോൻ മാൾട്ടയ്ക്ക് പോയിരുന്നു. മാൾട്ടയ്ക്ക് പോയ മകന് രണ്ടാം വർഷം അത് പുതുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാമ്പ് ചെയ്യുന്നില്ല, അകപ്പാടെ വിഷമത്തിലായിരിക്കുന്നു. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി ഇത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോരേണ്ടി വരുമെന്ന്. അപ്പോൾ എനിക്കൊരു ലാഗിങ് ഉണ്ടായിരുന്നു. എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും എൻ്റെ മാതാവ്, എൻ്റെ മോന് ഒരു 10 ദിവസത്തിനുള്ളിൽ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയി 7ാമത്തെ ദിവസം തന്നെ അവൻ്റെ വിസ പ്രോസസ്സ് നടന്നു. 10ാമത്തെ ദിവസം അവൻ്റെ സ്റ്റാമ്പ് ചെയ്ത് അവൻ്റെ എല്ലാ പേപ്പറുകളും ക്ലിയറായി കിട്ടുകയും ചെയ്തിരുന്നു. ഇനി 3ാമത് എൻ്റെ മകളുടെ കാര്യമായിരുന്നു. മകൾക്കൊരു ചെറിയ വയറിൽ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അപ്പൻഡിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരാൻ പറഞ്ഞു. അവളവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കയറ്റി. ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അപ്പൻഡിക്സ് തന്നെ ആയിരിക്കും, നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തതിന് ശേഷം
നമുക്ക് ചെയ്യാം, ഭക്ഷണമൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ അതിനകത്ത് സ്കാൻ ചെയ്യാൻ കയറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കാശ് രൂപം കൊടുത്തു വിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊടുക്കാൻ പറ്റിയില്ല. ഞാനത് കൊടുക്കാൻ പറ്റിയില്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ ഇറങ്ങി വന്നു, വെള്ളം കുടിക്കണം എന്നും പറഞ്ഞോണ്ട്. അങ്ങനെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ ഈ കാശ് രൂപം ഊരി കയ്യിൽ കൊടുത്തു. കാശ് രൂപം ഊരി കൈ കൊടുത്ത് സ്കാനിങ് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പള്ളിക്കൊരു ചാപ്പലുണ്ട് ഹോസ്പിറ്റലിന്. ആ ചാപ്പലിൽ കയറിയിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു, ഒന്നും സംഭവിക്കരുതേ മാതാവേ എന്ന്. അവൾ കുറേ കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് മോൾ തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് വന്നിച്ചും പറഞ്ഞു, ഒന്നുമില്ല, സ്കാനിങ്ങിൽ ഒരു കാര്യവും ഒരു മുഴയുമില്ല, ഒന്നുമില്ല എന്ന്. അത് മാതാവ് എടുത്തു മാറ്റിയതാണെന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒത്തിരി കരസ്പർശമുണ്ട്. കാരണം ഞാനിവിടെ വന്ന് വിശ്വാസിയല്ലാതെ ഞാൻ വന്ന എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് തന്നെ എനിക്ക് നമ്മുടെ തിരിയായിരുന്നു, ചന്ദനത്തിരി. ഈ ചന്ദനത്തിരി കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ മാതാവേ, നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നു? അതിനുശേഷം വീണ്ടും ഞാൻ പുതുക്കാൻ വന്നു. ആ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആകെ അവിടെ അച്ഛൻ്റെ ടോക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണല്ലേ, ഈ മണ്ണിൽ നിന്നും പ്രാർത്ഥിക്കുന്ന എനിക്ക് മാതാവിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം എനിക്ക് തരണമേ, മാതാവേ എൻ്റെ കൂടത്തിൽ ഒരു സാക്ഷിയായി എന്തെങ്കിലും ഒന്ന് തരണമേ ഇവിടുന്ന് പോകുമ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ വന്ന് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു. ഇവിടെ മാതാവിൻ്റെ രൂപത്തിന് അവിടെ വന്നപ്പോൾ ഏറ്റവും പുറകിലായിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പോൾ അവിടെ ടോക്കൺ എടുക്കുന്ന പോലെ ഇത് എടുക്കുന്ന സ്ഥലത്തേക്ക് എന്നെ പുറകിൽ നിന്നും ഞാൻ പുറകിൽ നിന്ന് എന്നെ അവിടെ നിന്ന് സിസ്റ്റർ മുന്നോട്ട് വിളിച്ച് കയറ്റി. ആ സിസ്റ്റർ മുന്നോട്ട് വിളിച്ച് കയറ്റിയിട്ട് എനിക്ക് ആദ്യം ടോക്കൺ എടുക്കാൻ തന്നു. എനിക്ക് ആ ടോക്കൺ എടുക്കാൻ കിട്ടിയ ഞാൻ ആ ടോക്കൺ എടുത്തപ്പോൾ എന്താ പറയുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മാതാവിനെ തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മാതാവിനെ വഹിക്കേണ്ടി വന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നത്. കാരണം മാതാവിനെ ഒന്നും കൈപിടിക്കാൻ യോഗ്യത എനിക്കില്ല. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് വീണ്ടും ഇതുപോലെ തന്നെ കയ്യിൽ കിട്ടിയത് വിളക്കായിരുന്നു. ആ നിലവിളക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. അതും കഴിഞ്ഞ് അതിനടുത്ത പ്രാവശ്യം വീണ്ടും വന്നു. അങ്ങനെ അവസാനത്തെ പ്രാവശ്യം വന്ന് നാലാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ എടുത്തപ്പോൾ അവിടെ സിസ്റ്റർ ഒരു കുടം നിവർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക. കുറേ നേരം സിസ്റ്റർ അത് അവിടെ നിന്ന് അവിടെ വട്ടം നോക്കിയതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാം എൻ്റെ കയ്യിൽ മാതാവ് ഏൽപ്പിച്ചു. അത്രയും വലിയ ഭാഗ്യവാനായി ഞാനിവിടെ മാറപ്പെട്ടു. വീണ്ടും ഞാൻ ഈ പ്രാവശ്യം 5ാമത് ഉടമ്പടി എടുത്തു. പിന്നെയും എൻ്റെ കയ്യിൽ ചന്ദനത്തിരി വന്നു ചേർന്നു. കാരണം ഞാൻ ഒരാണെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ സമയത്ത് അവിടെ നിൽക്കുവാനായിട്ട്. ബാക്കിയെല്ലാം പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാളേ ഉള്ളൂ, ഇത് എടുത്തോളാൻ പറഞ്ഞ് ടോക്കൺ തന്നു, ചന്ദനത്തിരി കെട്ടി. അങ്ങനെ മാതാവ് എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഏതു സമയമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യങ്ങളും എനിക്ക് നടക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹവും ഇത്രയും വലിയ കൃപയും തന്നതിന് മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും പത്രം ഞാൻ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. കൃപാസന പത്രം ഞാനിപ്പം അന്ന് എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയുള്ളൊരു സംഭവമായിരുന്നു. അത് ഞാനിപ്പോൾ കൊണ്ടു നടന്ന് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിലും എല്ലാം കൊടുക്കുന്നുണ്ട്. ചോറ് പൊതിയായിട്ട്, ഭക്ഷണ പൊതിയായിട്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കാറുണ്ട്. പിന്നെ ആവശ്യം മരുന്നിനോ പണമില്ല എന്ന് പറഞ്ഞ് വരുന്ന എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ എന്നെ കഴിയാവുന്നത് കൊടുത്ത് സഹായിക്കുന്നുമുണ്ട്. വ്യക്തിപരമായ മാറ്റം എന്ന് പറയുന്നതിനാൽ ഞാൻ സാധാരണ അങ്ങനെ കുരിശു വരയ്ക്കത്തില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ വെളിയിൽ ഇറങ്ങി പോകത്തേ ഉള്ളായിരുന്നുള്ളൂ. ഇത്രയും കൊല്ലങ്ങൾ ഇവിടെ വന്നേ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് ഞാൻ എല്ലാ ദിവസവും, ഇപ്പം ഞാൻ 2023 ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും രാവിലെ ഒരു ദിവസം പോലും മുടക്കാതെ കഴിയുന്നതും ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥനയും ഞാൻ ഇപ്പോൾ ചെയ്തു പോകുന്നുണ്ട്. കുർബാന കുമ്പസാരം ഞാൻ 2 വർഷം കൂടുമ്പോഴൊക്കെ കുമ്പസാരിച്ചിട്ടേ ഉള്ളൂ. ആണ്ട് കുർബാന ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിച്ച് കുർബാനയും കഴിക്കൊള്ളുന്നുണ്ട് എല്ലാ ദിവസവും. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു.